ഹലോ വ്യൂവേഴ്സ്, ഈസി കോമേഴ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. ബികോം സെക്കൻഡ് സെമസ്റ്ററിലെ മൈനർ 2 പേപ്പറായ ലീഡർഷിപ്പ് ആൻഡ് ടീം ബിൽഡിംഗ് എന്ന പ്രോഗ്രാമിൻ്റെ 4th മൊഡ്യൂളിലെ ഒരു ചെറിയ പോർഷനാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ടോപ്പിക് എമർജിംഗ് ട്രെൻഡ്സ് ഇൻ ലീഡർഷിപ്പ്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ അനുസരിച്ച് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു 5 ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഡയറക്റ്റായിട്ടും ചോദിക്കാം വാട്ട് ആർ ദ എമർജിംഗ് ട്രെൻഡ്സ് ഇൻ ലീഡർഷിപ്പ് എന്ന്. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു അവർ ടോപ്പിക്. ഒന്നാമത്തെ പോയിൻ്റാണ് ഡിജിറ്റൽ ലീഡർഷിപ്പ്. അപ്പോൾ നമുക്കറിയാം, ഈ ഡിജിറ്റൽ വേൾഡിൽ AI അൽഗോരിതംസ്, ഡേറ്റ അനലിറ്റിക്സ്, അതുപോലെ തന്നെ ഓട്ടോമേഷൻ തുടങ്ങിയവ ഉണ്ട്. അത് മനസ്സിലാക്കുകയും അത് ടീം മെമ്പേഴ്സിന് പറഞ്ഞു കൊടുത്ത് അവരെയും ഈ ടൂൾസ് ഉപയോഗിച്ച് ടെക്കി ബിസിനസ്സിൽ വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊണ്ട് മുന്നേറുവാനുള്ള സഹായവും പ്രേരണയും നൽകാനുള്ള കഴിവാണ് ഡിജിറ്റൽ ലീഡർഷിപ്പ്. രണ്ടാമത് പറയുന്നത് അജൈൽ ലീഡർഷിപ്പാണ്. അജൈൽ മാർക്കറ്റിംഗ് കഴിഞ്ഞ സെമ്മിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ചെറിയ ഇടവേളകളിൽ മീറ്റിംഗ്സ് കൂടി ബിസിനസ് എൻവയോൺമെൻറ്റിലെ മാറ്റങ്ങൾക്ക് അനുസരിച്ച് റാപ്പിഡ് ചേഞ്ചസ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനെയാണ് അജൈൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത്. ഇവിടെയും ഇറ്റ്സ് എൻ എബിലിറ്റി ടു ലീഡ് ആൻഡ് മാനേജ് ടീംസ്. എങ്ങനെ? ഫ്ലെക്സിബിൾ, കൊളാബറേഷൻ ആൻഡ് പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ട്. ഇത് അനിശ്ചിതത്വത്തെയും മാർക്കറ്റിലെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനും സഹായിക്കും. The third point is remote and hybrid leadership. ഗ്ലോബലി മാറ്റങ്ങൾ വരുമ്പോൾ വർക്ക് റിമോട്ടായിട്ടും അല്ലാതെയും ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെയുള്ളപ്പോൾ ലീഡർഷിപ്പിലെ ക്വാളിറ്റി വളരെ പ്രധാനമാണ്. ദൂരെയുള്ള തൊഴിലാളികളെയും ടീം മെമ്പേഴ്സിനെയും മാനേജ് ചെയ്യുവാനും അവരിൽ താൽപ്പര്യം ഉളവാക്കുന്ന കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അത്യാവശ്യമാണ്. ഇതിലൂടെ വിശ്വാസവും പ്രൊഡക്റ്റീവ് കൾച്ചറും ഉണ്ടാക്കാൻ സാധിക്കും. നാലാമത്തെ പോയിൻ്റ് ഇൻക്ലൂസീവ് ലീഡർഷിപ്പ് ആണ്. ലീഡർഷിപ്പിൻ്റെ പ്രധാന സ്ട്രാറ്റജീസാണ് ഈ ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. അതിൽ ഇൻക്ലൂസീവ് ലീഡർഷിപ്പ് എന്നാൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകളെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും ഓർഗനൈസേഷൻ്റെ ഭാഗം ആണെന്ന വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് ടീം മെമ്പേഴ്സിനെയും റെസ്പെക്റ്റ് ചെയ്യുകയും എംപവർ ചെയ്യുകയും ചെയ്യാനുള്ള കഴിവാണ് ഇൻക്ലൂസീവ് ലീഡർഷിപ്പ്. ഇത് ഇന്നൊവേഷൻ, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിനെയും സഹായിക്കുന്നു. അടുത്തതായി പറയുന്ന വേറൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് ആൻഡ് എംപതി. ഇന്നത്തെ ഈ മത്സരബുദ്ധിയുള്ള ബിസിനസ് വേൾഡിൽ ഒരുപാട് സ്ട്രെസ്സും അനിശ്ചിതത്വവും നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു മികച്ച നേതാവിന് തൻ്റെ ടീം അംഗങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് വളരെ അത്യാവശ്യമാണ്. ടീം അംഗങ്ങളെ മനസ്സിലാക്കാനും അവരുടെ ഇമോഷൻസ് മാനേജ് ചെയ്യാനുമുള്ള കഴിവ് ഒരു നേതാവിന് വളരെ അത്യാവശ്യമാണ്. അടുത്തതായി പറയുന്ന പോയിൻ്റാണ് പർപ്പസ് ഡ്രൈവൺ ലീഡർഷിപ്പ്. ഇറ്റ് ഫോക്കസസ് ഓൺ മാച്ചിങ് ഓർഗനൈസേഷണൽ ഗോൾസ് വിത്ത് ബ്രോഡർ സൊസൈറ്റൽ വാല്യൂസ്. ഇന്നത്തെ കാലത്തുള്ള യങ് ജനറേഷൻസ്, അവർ ആ കമ്പനിയുടെ എംപ്ലോയീസ് ആയിക്കോട്ടെ, കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, കമ്പനിയുടെ സസ്റ്റൈനബിലിറ്റി ആക്ടിവിറ്റീസ് അതുപോലെ CSRഉം ശ്രദ്ധിക്കുന്നവരാണ്. അപ്പോൾ ഒരു നല്ല ലീഡറിന് എന്ത് ചെയ്യണം? ഈ ഓർഗനൈസേഷൻ ഗോൾസ് അവരെ സൊസൈറ്റൽ വാല്യൂസുമായി യോജിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ചെയ്യേണ്ടതാണ്. 7th പോയിൻ്റ് ഇസ് ഡാറ്റ ഡ്രൈവൺ ലീഡർഷിപ്പ്. ഇന്നത്തെ കാലത്ത് ഡേറ്റാസ് കിട്ടാൻ വളരെ എളുപ്പമാണ്. എന്നാൽ ഒരു നല്ല ലീഡർക്ക് ആ ഡാറ്റാസ് അവരുടെ പ്രവർത്തനങ്ങൾ ഇംപ്രൂവ് ചെയ്യാനും കസ്റ്റമർ എക്സ്പീരിയൻസ് പ്രാവർത്തികമാക്കാനും നല്ല ബിസിനസ് റിസൾട്ട് കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ. ഡാറ്റ അനലിറ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഡിസിഷൻ മേക്കിംഗ് ചെയ്തു കഴിഞ്ഞാൽ ബെറ്റർ പെർഫോമൻസും അതുപോലെ കോമ്പറ്റീഷനും ഹെൽപ്ഫുള്ളാണ്. 8ാമത്തെയും അതുപോലെ ലാസ്റ്റ് പോയിൻറ്റുമാണ് സസ്റ്റൈനബിലിറ്റി ആൻഡ് എൻവയോൺമെൻറ്റൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻസ് ഈ ക്ലൈമറ്റ് ചേഞ്ച് മൂലവും അതുപോലെ എൻവയോൺമെൻറ്റ് റെസ്പോൺസിബിലിറ്റി മൂലവും പ്രഷേഴ്സ് നേരിടുന്നുണ്ട്. ഒരു നല്ല നേതാവിന് ഈ സസ്റ്റൈനബിൾ പ്രാക്ടീസസ് അതുപോലെ ഹരിത വിപ്ലവം ഉപയോഗിച്ചുകൊണ്ട് ഈക്കോ ഫ്രണ്ട്ലി എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ദീർഘവീക്ഷണത്തിൽ ഓർഗനൈസേഷൻസിനെ നിലനിർത്താൻ ലീഡേഴ്സിന് ഈ ഒരു സസ്റ്റൈനബിലിറ്റി കൊണ്ടേ സാധിക്കുകയുള്ളൂ.
So that's the end of our topic. Thank you. Try your luck. Earn as much as you can on